എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ക്യുവാനെ കാണാൻ മിസ്റ്റർ ഷൂവും അദ്ദേഹത്തിന് ലോയറും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്യുവാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ഷൂവിന്റെ ലോയറും യാവും പരസ്പരം അറിയാവുന്ന പോലെ സ്മൈൽ ചെയ്യുന്നു. അവർ പോയ ശേഷം അവർ തന്ന ഓഫർ വളരെ നല്ലതായിരുന്നില്ലേ, പിന്നെ താങ്കൾ എന്തിനാ റിജക്റ്റ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട് യാവു. അവരുമായിട്ട് ഒരു ഡീലിനും എൻ്റെ ക്ലയൻറ്റ് തയ്യാറല്ല, അവർക്കെതിരെ കേസ് കൊടുക്കാനാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. സോ ഞാൻ എൻ്റെ ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവൻ പറയുന്നു. ഞാൻ നിന്നോട് പ്രൊഫഷണലി ബിഹേവ് ചെയ്യണമെന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലേ, പക്ഷെ നീ ഇവിടെ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്ന് അവൻ പറയുമ്പോൾ, ഐ സ്വെയർ ബോസ്, താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അദ്ദേഹം എൻ്റെ സീനിയർ ആയിരുന്നു, ഞങ്ങൾ സെയിം യൂണിവേഴ്സിറ്റിയിലായിരുന്നു എന്ന് അവൾ പറയുന്നു. സത്യത്തിൽ ഈ കാര്യം ക്യുവാനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. യാവുവിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ അവന് സമാധാനമാകുന്നു. അവൻ ഓക്വേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. യാവുവിൻ്റെ പേഴ്സണൽ കാര്യത്തിൽ താൻ ഇത്രയും ഇടപെടുന്ന എന്തിനാണെന്ന് ആലോചിച്ച്. ഇതെല്ലാം കേട്ട് തൻ്റെ ബോസിനോട് യാവുവിന് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷെ അവൾക്കാകട്ടെ അത് കാണിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് യാവുവിൻ്റെ സിസ്റ്ററായ ചെൻസിക്ക് കുറച്ച് പേഴ്സണൽ അർജൻസി വരുന്നു. അത് കാരണം തൻ്റെ പെറ്റ് ഡോഗിനെ കെയർ ചെയ്യാൻ യാവുവിൻ്റെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നീ ഇവനെ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ചെൻസി അവിടുന്ന് പോകുന്നു. യാവു ആകട്ടെ ആരും കാണാതെ പെറ്റ് ഡോഗിനെ റൂമിൽ കൊണ്ടുവരുന്നു. യാവുവിന് പെറ്റ്സിനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ തൻ്റെ ബോസിന് ഇഷ്ടമാണോ ഇല്ലയെന്ന് അവൾക്കറിയില്ല. കാരണം ഓൾറെഡി തൻ്റെ ബോസ് ഒരു റൂഡ് പേഴ്സൺ ആണെന്ന് അവൾ ആ പെറ്റിനോട് പറയുന്നുണ്ട്. അവൾ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഡോഗ്സിൻ്റെ ഒരു ചീത്ത സ്മെല്ല് വരുന്നു എന്ന് ക്യുവാൻ പറയുന്നുണ്ട്. സ്മെല്ല് ചിലപ്പോൾ താങ്കളുടെ ബാഗിലുള്ള ഈ ഡോഗിൻ്റെ കീച്ചെയിൻ എന്നായിരിക്കും, എന്ത് ക്യൂട്ടാണെന്നൊക്കെ അവൾ ചോദിക്കുന്നു. എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല, എൻ്റെ ഒരു ക്ലയൻറ്റ് ഡോട്ടറാണ് ഇത് ടൈ ചെയ്തതെന്ന് പറഞ്ഞ് അവൻ ആ കീച്ചെയിൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ക്യുവാനെ ഡോഗിനെ ഇഷ്ടമല്ലെന്ന കാര്യം യാവന് മനസ്സിലാകുന്നു. ഈ വീട്ടിൽ ഒരു പെറ്റ് അലൗഡ് അല്ലെന്ന് അവളെ അവൻ വോൺ ചെയ്യുന്നുണ്ട്. ക്യുവാൻ അറിയാതെ താൻ എങ്ങനെ ഈ ഡോഗിനെ ഈ വീട്ടിൽ കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ യാവുവിന് ആകെ ടെൻഷനാകുന്നു. അപ്പോൾ യാവുവിന് റൂമിൻ്റെ അകത്തുനിന്ന് ഡോഗിൻ്റെ സൗണ്ട് ക്യുവാൻ കേൾക്കുന്നുണ്ട്. നീ റൂമിനകത്ത് എന്ത് ചെയ്യാണെന്ന് അവൻ ചോദിക്കുമ്പോൾ, ഞാൻ ഡോഗിൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്ന പ്രാക്ടീസ് ചെയ്യാണെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ അവൾ ഈ പറയുന്ന കാര്യത്തിൽ ക്യുവാന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവൻ വന്ന് ഡോർ നോക്ക് ചെയ്യുന്നു. അവൾ ഡോറ് തുറക്കുമ്പോൾ സൈഡിൽ കൂടെ ആ ഡോഗ് വെളിയിലേക്ക് വരുന്നുണ്ട്. ഡോഗിനെ കണ്ടതും ക്യുവാൻ ഒരുപാട് പേടിക്കുന്നു. ആ ഡോഗ് വന്ന് അവൻ്റെ കാലിൽ ലിക്ക് ചെയ്യുന്നുണ്ട്. ഡോഗിനെ കണ്ടതും ക്യുവാന് നല്ല ദേഷ്യം വരുന്നു. നീ എത്രയും പെട്ടെന്ന് നിന്റെ ഡോഗിനെ കൊണ്ട് ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ ഞാൻ നിനക്കെതിരെ ലീഗൽ കേസ് കൊടുക്കുമെന്ന് അവൻ പറയുന്നു. ഞാനിവിടുന്ന് പോവുകയാണെങ്കിൽ താങ്കൾക്ക് ഡെയിലി രാത്രിയിൽ മിഡ് നൈറ്റ് ഡിന്നർ ആരുണ്ടാക്കി തരും, ആര് പാട്ടുപാടും, താങ്കളുടെ ഇൻസോമിയുടെ ക്യൂറ് ഞാനല്ലേന്ന് അവൾ ചോദിക്കുന്നുണ്ട്. തൻ്റെ സീക്രട്ട് യാവന് മനസ്സിലായെന്ന് ക്യുവാന് മനസ്സിലാകുന്നു. നീ പറയുന്നതിന് നിന്റെ പക്കൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഒരു വെരിഫിക്കേഷനും ഇല്ലാതെ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എന്നിട്ട് കുറച്ചു നേരം ആലോചിച്ച ശേഷം അവൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. നിനക്കും നിന്റെ ഡോഗിനും ഇവിടെ സ്റ്റേ ചെയ്യാം, പക്ഷേ നീ നിന്റെ ഡോഗിനെ നിന്റെ റൂമിനകത്ത് കീപ്പ് ചെയ്യണമെന്നും അവൻ പറയുന്നു. ഇത് കണ്ട് അവൾ ഹാപ്പിയായി അവന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നു, പാട്ടും പാടുന്നുണ്ട്. അവളുടെ ഈ പാട്ട് കേട്ട് ക്യുവാൻ നന്നായി ഉറങ്ങുന്നു. നെക്സ്റ്റ് സീനിൽ ഓഫീസാണ് കാണിക്കുന്നത്. ഒരു കേസിൻ്റെ ആവശ്യത്തിന് ക്യുവാന് ഔട്ട് ഓഫ് സ്റ്റേഷൻ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ സെലിബ്രിറ്റി ബായി അവിടേക്ക് വരുന്നു. ക്യുവാൻ ഇല്ലാത്തതുകൊണ്ട് ബായിയെ മീറ്റ് ചെയ്യേണ്ടത് യാവുവിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ബായി തൻ്റെ മാരീഡ് ലൈഫിലുള്ള സഫറിങ്സിനെ കുറിച്ചെല്ലാം യാവുവിനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് യാവുവിന് ബായിയുടെ സിമ്പതി ഫീൽ ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡായ മിസ്റ്റർ ഷൂ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് മെസ്സേജ് അയച്ചു. എന്നെ പേടിപ്പിക്കാൻ ആളുകളെ വിട്ടു. അവൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് പേടിയാണ്. അവൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവനോട് സംസാരിക്കാൻ പേടിയാണെന്നൊക്കെ ബായ് പറയുന്നു. ക്യുവാൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് പ്ലീസ് എൻ്റെ ബിഹാഫിൽ നീ എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കണം. ഇനി മേലാൽ എന്നെ ഭീഷണിപ്പെടുത്തരുതെന്ന് എൻ്റെ ലോയറായി നീ അവനോട് സംസാരിക്കാൻ ബായ് പറയുന്നുണ്ട്. യാവുനാകട്ടെ എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ബായുടെ ഈ അവസ്ഥ കാണുമ്പോൾ അവൾ സമ്മതിക്കുന്നു. അവൾ ബായുടെ മുന്നിൽ വെച്ച് ബായുടെ ഹസ്ബൻഡിനെ കോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ക്ലയൻറ്റിനെ ഭീഷണിപ്പെടുത്തി നിർത്താൻ യാവു മിസ്റ്റർ ഷൂവിനോട് പറയുന്നുണ്ട്. ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നം കോടതി എത്താതെ പീസ്ഫുള്ളായി സോൾവ് ചെയ്യാനാണ്. നീ ബായിയോട് എന്നെ അൺബ്ലോക്ക് ചെയ്യാൻ പറയൂ. ഞാൻ അവളെ നേരിട്ട് കണ്ട്
സംസാരിച്ച് ഈ പ്രശ്നം സമാധാനമായി സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് മിസ്റ്റർ ഷൂ പറയുന്നു. ഇല്ല, എൻ്റെ ക്ലയൻറ്റ് നിങ്ങളെ കോർട്ടിൽ വെച്ച് കാണുമെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ യാവ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മിസ്റ്റർ ഷൂ അവളെ കാണാൻ വരുന്നു. ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ അവൻ പറയുന്നു. ഒബ്വിയസ്ലി ഈ തീരുമാനങ്ങളൊന്നും യാവിൻ്റെ കയ്യിലല്ലായിരുന്നു. അവളുടെ ക്ലയൻറ്റ് പറയുന്ന പോലെ അവൾക്ക് ചെയ്യാൻ പറ്റൂ. മിസ്റ്റർ ഷൂ അവളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ഒരു തവണ എൻ്റെ വൈഫുമായി എനിക്ക് സംസാരിക്കാൻ നീ ഒരു അവസരം ഉണ്ടാക്കി തരണം. എനിക്ക് ഉറപ്പാണ് ഞാൻ പറയുകയാണെങ്കിൽ അവൾ കേൾക്കുമെന്ന്, അവൾ മനസ്സിലാക്കുമെന്ന്. താങ്കളെ കാണാൻ മിസ് ബായ് ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് താങ്കൾ ഇതിന് ശ്രമിക്കാതിരിക്കുന്നത് ബെറ്റർ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ മിസ്റ്റർ ഷൂ ആകട്ടെ അവളെ വിടാതെ പിന്തുടരുകയാണ്. പ്ലീസ് ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, എനിക്ക് ഒരവസരം തന്നാൽ മതി, എനിക്ക് അത്യാവശ്യമായി ഒരു കാര്യം അവളോട് പറയണം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് അവളൊരു ന്യൂസാണ് കാണുന്നത്, മിസ്റ്റർ ഷൂ സൂയിസൈഡ് ചെയ്തു എന്ന്. ഇത് കണ്ട് അവൾ ആകെ ഷോക്കാകുന്നുണ്ട്. ആ റിപ്പോർട്ടർ പറയുന്നുണ്ട് മിസ്റ്റർ ഷൂവും അദ്ദേഹത്തിൻ്റെ വൈഫും തമ്മിൽ പ്രശ്നങ്ങളായിരുന്നു, അവർ ഡിവോഴ്സിന് തയ്യാറാകുമായിരുന്നു. പക്ഷെ മിസ്റ്റർ ഷൂ ആകട്ടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഈ വിഷമത്തിലാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തതെന്ന് പറയുന്നു. ഇതുകൂടി കേൾക്കുമ്പോൾ യാവുനാകട്ടെ എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം കുറച്ച് മുന്നെയാണ് തൻ്റെ വൈഫിനോട് സംസാരിക്കാൻ അദ്ദേഹം അവളോട് റിക്വസ്റ്റ് ചെയ്ത്. അവളാകട്ടെ സമ്മതിച്ചതുമില്ല. അവൾ അപ്പോൾ തന്നെ സെലിബ്രിറ്റി ബായെ കോൾ ചെയ്യുന്നു. പക്ഷെ അവർ കോൾ പിക്ക് ചെയ്യുന്നില്ല. യാവു ഓഫീസിൽ വരുമ്പോൾ ബായി പുതിയൊരു ലോയറിനെ ഹയർ ചെയ്ത കാര്യം അവൾ അറിയുന്നുണ്ട്. തൻ്റെ പുതിയ ലോയറുമായി മിസ് ബായി ഒരു പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യായിരുന്നു. ഈ ലോയർ എന്ന് പറയുന്നത് യാവുവിൻ്റെ എക്സ് ബ്രദറിൻലോയാണ്. അയാൾ റിപ്പോർട്ടേഴ്സിനോട് മിസ് ബായുടെ ലോയറാണ് മിസ്റ്റർ ഷൂവുമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്ത്. തൻ്റെ വൈഫിനെ കാണണമെന്ന് മിസ്റ്റർ ഷൂ ആ ലോയറിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവരാകട്ടെ ഇതിന് തയ്യാറല്ലായിരുന്നു. ഇതിനെക്കുറിച്ച് ഒരു കാര്യവും മിസ് ബായ്ക്ക് അറിയില്ല. ബായ് എല്ലാവരോടുമായി ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നം സെറ്റിൽ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ എൻ്റെ പഴയ ലോയർ ഒരുപാട് മീനായിരുന്നു. ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ മനഃപൂർവ്വം സമ്മതിച്ചില്ല. ഞങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത്. അവർ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുമായിരുന്നു. തൻ്റെ ഹസ്ബൻഡ് മരിച്ചതിൽ താൻ ഒരുപാട് ദുഃഖത്തിലാണെന്നും തനിക്കിനി ഒരിക്കലും ഒരവസരം കൂടി കിട്ടില്ലെന്നും പറഞ്ഞ് അവർ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് യാവു ആട്ടെ ഷോക്കാകുന്നു. ഇവർക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? ഇവർ പറഞ്ഞിട്ടല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ലീജൻ അവിടേക്ക് വരുന്നു. നീ ടെൻഷൻ ആകേണ്ട കാര്യമില്ല, ക്യുവാൻ ഇതെല്ലാം സോൾവ് ആക്കുമെന്ന് അവൻ പറയുന്നു. ഞാൻ ബോസിനെ എങ്ങനെ ഫേസ് ചെയ്യും? ബോസ് ഓൾറെഡി എന്നെ വോൺ ചെയ്തതാണ്, ക്ലയൻറ്റുമായിട്ട് ഇമോഷണലി അറ്റാച്ച് ആകരുതെന്ന്, ഒരു കാര്യം ചെയ്യരുതെന്ന്. ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് അവൾ സാഡ് ആകുന്നു. നെക്സ്റ്റ് സീനിൽ യാവു മിസ് ബായെ കാണാൻ വരുന്നു. നിങ്ങൾക്കെങ്ങനെ എന്നെ ബ്ലെയിം ചെയ്യാൻ തോന്നി? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ മിസ്റ്റർ ഷൂവിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? ഇവിടെ ബായി ആകട്ടെ തനിക്കൊന്നും അറിയാത്ത പോലെ ആക്ട് ചെയ്യുന്നു. ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ സംഭവിക്കാൻ കാരണം നീയാണെന്ന് അവർ പറയുന്നു. ഇത് കേട്ട് യാവുനാകട്ടെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ പുതിയ ലോയറായ യാവുവിൻ്റെ എക്സ് ബ്രദറിൻലോയും അവിടേക്ക് വരുന്നു. യാവു, നീ എന്തായി ചെയ്യുന്നത്? നിന്റെ ഈ ബിഹേവിയറിന് എനിക്ക് നിനക്കെതിരെ കേസ് എടുക്കാൻ പറ്റും. നീ എൻ്റെ ക്ലയൻറ്റിനെ ശല്യപ്പെടുത്തുകയാണെന്ന് പറയുന്നു. എന്നിട്ട് മിസ് ബായിയോട് അവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. അവർ അവിടുന്ന് പോകുന്നു. ഡോങ്മിൻ അവളോട് എനിക്കറിയാം നീ ഇന്നോസെൻ്റ് ആണെന്ന്, പക്ഷെ നിന്റെ പക്കൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഇമെയിലോ വോയിസ് ക്ലിപ്പോ റെക്കോർഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും? എൻ്റെ പക്കൽ ഒരു പ്രൂഫുമില്ല. മിസ് ബായി എന്നോട് ഫേസ് ടു ഫേസ് ആണ് സംസാരിച്ചത്. അവർ മിസ്റ്റർ ഷൂവായിട്ട് സംസാരിക്കാനോ ഒരു സെറ്റിൽമെൻറ്റിനോ തയ്യാറല്ലെന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നു എന്ന് യാവ് പറയുന്നു. അപ്പോഴേക്കും ക്യുവാൻ അവിടേക്ക് വരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വന്ന് നിൽക്കുന്നുണ്ട്, യാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ. നീ ഇതുവരെ എനിക്കെതിരെ ഒരു കേസും ജയിച്ചിട്ടില്ല, ഞാൻ ഈ കേസിൽ യാവിനെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് യാവിനെ കൂട്ടി അവിടുന്ന് പോകുന്നു. ഈ പ്രശ്നത്തിന് സത്യത്തിൽ ഒരുപാട് പബ്ലിക് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ഷൂവിൻ്റെ മരണത്തിന് എല്ലാവരും കുറ്റം പറയുന്നത് യാവുനെയും അവളുടെ ലോ ഫേമിനെയാണ്. ഇവിടെ ക്യുവാൻ യാവുനെ വഴക്കു പറയുന്നു. ഞാൻ നിന്നെ ഓൾറെഡി വോൺ ചെയ്തായിരുന്നു, ക്ലയൻറ്റുമായിട്ട് ഇമോഷണലി അറ്റാച്ച് ആകരുതെന്ന്. നിന്റെ പേഴ്സണൽ ഫീലിങ്സ് നീ കൺട്രോൾ ചെയ്യണമെന്ന്.
ഇപ്പോൾ ഇത് കാരണം എന്ത് സംഭവിച്ചു നോക്കാൻ ക്യുവാൻ പറയുമ്പോൾ അവൾ സാഡായിട്ട് ബോസ് പറഞ്ഞ ശരിയാണ്, എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് താങ്കൾ പറഞ്ഞത് ഞാൻ കേൾക്കാതിരുന്നതാണെന്ന് അവൾ പറയുന്നു. അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും എന്നോട് പറയാൻ ക്യുവാൻ അവളോട് പറയുന്നു. അവൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. മിസ് ബായ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്, പക്ഷേ മിസ്റ്റർ ഷൂ സൂസൈഡ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബോസ്, ഞാൻ ഇന്നസെൻ്റ് ആണ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവൾ ക്യുവാനോട് പറയുന്നു. ഈ കേസ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് സോൾവ് ചെയ്യാൻ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് അവൻ പറയുമ്പോൾ, ബോസ് താങ്കൾ ഒരുപാട് സ്മാർട്ടാണ്, താങ്കൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനു പകരമായി ഞാൻ താങ്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ ഫുൾ ലൈഫ് താങ്കൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ തയ്യാറാണെന്ന് അവൾ പറയുന്നു. നിന്റെ ഈ പ്രോമിസിനെ മറക്കരുതെന്ന് ക്യുവാൻ യാവിനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ യാവ് ക്യുവാന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിന്നറൊക്കെ ഉണ്ടാക്കുന്നു. ബോസ്, താങ്കൾക്ക് ഈ ഫുഡ് ഇഷ്ടമായെന്ന് അവൾ ചോദിക്കുമ്പോൾ, നീ ഇത്രയും ഫുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നിന്റെ മിസ്റ്റേക്ക് ഞാൻ മറന്നെന്ന് വിചാരിക്കണമെന്ന് അവൻ പറയുന്നു. ഞാൻ താങ്കൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയത് താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ല, പകരം താങ്കൾ ഒരു നല്ല പേഴ്സൺ ആയതുകൊണ്ടാണെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ യാവു മിസ്റ്റർ ഷൂവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ഷൂ തന്നെ റിക്വസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം അവൾ ആലോചിക്കുന്നു. അവൾ കരയുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ ഷൂവിൻ്റെ ബ്രദറിൻ്റെ ഇൻ്റർവ്യൂ അവൾ കാണുന്നു. തൻ്റെ ബ്രദറിൻ്റെ മരണത്തിന് കാരണം ലോറ യാവു ആണെന്ന് അയാൾ പറയുന്നു. ഇതുകൂടി കേൾക്കുമ്പോൾ അവൾ ആകെ അപ്സെറ്റ് ആകുന്നുണ്ട്. അവൾ ആളുകളുടെ കമൻസ് എല്ലാം വായിക്കുന്നുണ്ട്. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുകയാണ്. മിക്കവാറും പണം വാങ്ങിയിട്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവർ എല്ലാവരും പറയുന്നു. അപ്പോൾ ക്യുവാൻ വന്ന്, നീ ആളുകളുടെ ഈ കമൻസ് വായിച്ച് സാഡാകാതെ എൻ്റെ കൂടെ വെളിയിലേക്ക് വരാൻ പറയുന്നു. എന്നിട്ട് അവളെയും കൂട്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഡ്രിങ്ക് ഓർഡർ ചെയ്യാൻ പോകുകയാണെന്ന് അവൾ പറയുമ്പോൾ, പറ്റില്ല, നീ ലാസ്റ്റ് ടൈം ഡ്രിങ്ക് ചെയ്തിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നിനക്കിപ്പോഴും ഓർമ്മയില്ലെന്ന് അവൻ പറയുന്നു. അപ്പോഴേക്കും മിസ്റ്റർ ഷൂവിൻ്റെ ലോയർ അവിടേക്ക് വരുന്നു. നിനക്ക് മിസ്റ്റർ ഷൂവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കുമല്ലോ. ഞാൻ മിസ്റ്റർ ഷൂവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് നിന്നോട് വരാൻ പറഞ്ഞതെന്ന് ക്യുവാൻ പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മിസ്റ്റർ ഷൂ ഡിപ്രഷനിലായിരുന്നു. ഇതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വൈഫായ ബായ് തന്നെയാണ്. എനിക്കറിയാം മിസ്റ്റർ ഷൂവിൻ്റെ മരണത്തിന് പിന്നിൽ നീ അല്ലെന്ന്, പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു പ്രൂഫുമില്ല. അവർക്കെതിരെ നിൽക്കണമെങ്കിൽ നമുക്ക് സോളിഡ് പ്രൂഫിൻ്റെ ആവശ്യമുണ്ടെന്നും ആ ലോയർ അവളോട് പറയുന്നു.